ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്നൊരു മിനി മോർണിംഗ് വ്ളോഗാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീട്ടിൽ യൂസ്ഫുൾ ആവുന്ന വീടൊക്കെ വെട്ടിത്തിളങ്ങാനും വീട്ടിൽ സുഗന്ധം പരത്താനുമായിട്ടുള്ള കുറച്ച് ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, ലൈക്ക് തരിക. ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കാൻ മുന്നേ മകനിക്ക് കൊണ്ടുപോകാനായിട്ട് അവിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിൽ ഒന്ന് വൾക്കായിട്ട് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ചിരവിയാൽ ലാസ്റ്റ് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തേങ്ങ ഒട്ടും വേസ്റ്റ് ആവില്ല കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണം. ബാക്കിയുള്ള തേങ്ങ ഇതുപോലെ ഒരു കവറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക. തേങ്ങയൊക്കെ ചിരവി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ചിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിരണ്ടി വെച്ച ആ ഒരു തേങ്ങയും ഇട്ട് കൊടുക്കുക. അതിലോട്ടേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ, അത്ര നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വിചാരിച്ചാൽ അത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ അവിലിട്ട് കൊടുക്കുക. അവിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ചൂടായിട്ടൊന്ന് ആറിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഇതുപോലെ അവിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് കേടാവാതെ കിട്ടും. നമുക്ക് ചായക്ക് കൂട്ടാനായിട്ട് രാവിലെയും വൈകുന്നേരവും ഇതുപോലെ ഒരു ബോട്ടിലോട്ട് ആക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം കേടാവാതെ കിട്ടും. നിങ്ങൾ ഇതുപോലെയാണോ അവിൽ തയ്യാറാക്കൽ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു ആ ഒരു ശർക്കരയുടെ ഫ്ലേവർ നന്നായിട്ട് ആ ഒരു അവിലിമിൽ പിടിച്ച് കിട്ടും. നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് ഞാനൊരു ടിഫിൻ ബോക്സ് മോനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. നമുക്ക് സ്നാക്ക് ബോക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നല്ലൊരു ബോക്സ് തന്നെയാണ്. ചെറിയൊരു പ്രൈസിന് കിട്ടിയതാണ്, ഓഫറിൽ കിട്ടിയതാണ്. നല്ലൊരു മിനി പ്രൈസിന് കിട്ടിയ മിനി ബോക്സ് നല്ല എനിക്കിഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, സാധനം ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ നല്ല സാധനം തന്നെയാണ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ അവനക്കിന്ന് അവിലാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുത്തത്. അതിനിടയിൽ ഞാൻ എൻ്റെ ചായ കുടിയും കഴിച്ചു. അവനെ ഡ്രസ്സൊക്കെ ആയിട്ട് റെഡിയാക്കി സ്കൂളിലേക്ക് അയച്ചു. അങ്ങനെ തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ അരി അരക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അരി വാരി, അരിയിൽ നമ്മൾ ഇങ്ങനെ വാരുമ്പോൾ അരി മുഴുവനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യണം. ഇത് കേടാവാതെ 2-3 ദിവസത്തേക്ക് ഒന്നായിട്ടാണ് അരച്ച് വെക്കാറ്. അപ്പോൾ ഇത് കേടാവാണ്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറ്, അരി വാരി കഴിഞ്ഞാൽ ആ ഒരു മെഷീനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കറക്കിയെടുക്കും. അതിൽ ബാക്കി വരുന്ന അരിയൊക്കെ ആ ഒരു വെള്ളത്തിൽ മിക്സ് ആവും. ആ ഒരു വെള്ളം ഞാൻ ഈ അരി വാരി വെച്ച ആ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ മേലെ വരുന്ന വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഉപയോഗിക്കുക. വീണ്ടും വെക്കുമ്പോൾ പുതിയ വെള്ളം നിറച്ച് കൊടുക്കുക. കൈകൊണ്ട് എടുക്കാതെ സ്പൂണും കയ്യിലൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുക. അപ്പോൾ അരി കുറേ ദിവസം, നമുക്ക് 2-3 ദിവസം കേടാവാതെ ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അടുത്തൊരു ടിപ്സാണ്, നമ്മുടെ ഉള്ളിത്തട്ടൊക്കെ ഇതുപോലെ ഒരു കവർ നമ്മൾ മുറിച്ചിട്ട് അടിയിൽ വെച്ച് കൊടുക്കുക. നമുക്കിങ്ങനെ ചേഞ്ച് ആക്കുമ്പോൾ കവർ മാത്രം എടുത്ത് മുട്ടിയാൽ മതിയാവും. ഉള്ളിയുടെ ആ ഒരു വേസ്റ്റൊന്നും ആ ഒരു തട്ടിനെ ബാധിക്കില്ല. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളിത്തട്ടിൽ നമുക്ക് ഒരു അഴുക്കൊന്നും പറ്റിപ്പൊടിച്ച് അത് ഇടയ്ക്കിടെ കഴുകേണ്ട ഒരു അവസ്ഥ വരില്ല. അത് പെട്ടെന്ന് പഴകി പോയതുപോലെ ആയിട്ടും മാറില്ല, അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഈ ഒരു ഉള്ളിത്തട്ട് ഒരുപാട് വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നും കേട് വന്നിട്ടുമില്ല, കളറ് പോലും ചേഞ്ച് ആയിട്ടില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇപ്പോഴും പുതിയതുപോലെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഉള്ളിത്തട്ടൊക്കെ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും, ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്സ് എടുത്തു. നമ്മൾ ഡ്രസ്സിലൊക്കെ മുക്കുന്ന ആ ഒരു കംഫർട്ട് ഞാൻ കുറച്ച് ഒരു ബോട്ടിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കുലുക്കി അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് കൊണ്ട് ഞാൻ വീട്ടിലുള്ള കണ്ണാടി, ടേബിൾ ഇതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരു ടേബിളിൻ്റെ ഒന്നും മുങ്ങും മണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വീട്ടിലോട്ട് അടിക്കും. അങ്ങനെ ഞാൻ വാഷ് ബേസ് ഇന്ന് വെറും ഹാൻഡ് വാഷ് ഇട്ടിട്ട് തന്നെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നത്. ഡീപ്പായിട്ട് ക്ലീൻ ആക്കുന്ന വേറെ വീഡിയോകളുണ്ട്, ആവശ്യമുള്ളവർ വാഷ് ബേസിൻ്റെ വീഡിയോ കാണുക. അങ്ങനെ ഞാൻ നിലമൊക്കെ മോപ്പിടാൻ വേണ്ടിയിട്ട് ഡോക്ടർ വാഷാണ് ഇക്കുറി വാങ്ങിയത്. ആ ഒരു ഡോക്ടർ വാഷും അതിലോട്ട് കുറച്ച് ഹാൻഡ് വാഷും ചേർത്ത് നന്നായിട്ട് മോപ്പിടുന്നുണ്ട്. മോപ്പിടുമ്പോൾ നമ്മൾ നിലമൊക്കെ വെട്ടിത്തിളങ്ങാനും കറയൊക്കെ പോകാനുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ, ആവശ്യമുള്ളവർ പോയിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഡെയിലി ഇതുപോലെ ക്ലീൻ ആക്കിയാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. കണ്ടില്ലേ, നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്, വെട്ടിത്തിളങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ചപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ച അവിലെടുത്തിട്ട്
കുറച്ച് ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുത്തു. ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയ മക്കൾക്ക്, വണ്ണം വെക്കാത്ത മക്കൾക്ക് ഇതുപോലെ കൊടുത്താൽ അവർ പെട്ടെന്ന് വണ്ണം വെക്കും. ഇങ്ങനെ ശർക്കര അവിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ശർക്കര ഇടാത്ത, ഒന്നും ചെയ്യാത്ത നോർമൽ അവിൽ നമുക്ക് ഇങ്ങനെ പാലിലിട്ടിട്ട് മക്കൾക്ക് കോരിക്കൊടുക്കാം. പഞ്ചസാരയൊന്നും ഇടാതെ നല്ല രീതിയിൽ മക്കൾ വണ്ണം വെക്കും. മക്കളിത് കഴിക്കുകയാണെങ്കിൽ, അവർക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല രീതിയിൽ മക്കൾ വണ്ണം വെക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് കുറവാന്ന് ഇനി ആരും പരാതി പറയരുത്. മക്കളെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിച്ചാൽ മതി. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണാം.